സംസ്ഥാനത്തിന്റെ കേരയിൽ ആവശ്യം തള്ളാതെ കേന്ദ്രം സംസ്ഥാനം നൽകിയ DPR റെയിൽവേ ബോർഡ് പരിശോധിച്ചു വരികയാണെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് ദക്ഷിണ റെയിൽവേ വിളിച്ച എംപിമാരുടെ യോഗത്തിലായിരുന്നു മറുപടി. ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, വ്യാജ പ്രചരണങ്ങളാണ് BJP നേതാക്കളടക്കം സംസ്ഥാനത്തെ VD സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളടക്കം നടത്തിക്കൊണ്ടിരുന്നത്. റെയിൽവേ ഈ പദ്ധതി തള്ളി എന്നുള്ള വലിയ തരത്തിലുള്ള പ്രചാരണമാണ് സുരേന്ദ്രൻ അടക്കം. ഇത് ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു സുരേന്ദ്രൻ. അപ്പം തന്നെ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ളവർ എടുത്ത നിലപാട്. പക്ഷേ ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ റെയിൽവേ ബോർഡ് ഈ DPR സംസ്ഥാനം സമർപ്പിച്ച ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്നാണ് ഇപ്പോൾ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ജോൺ ബ്രിട്ടാസ് MPയെ അറിയിച്ചിരിക്കുന്നത്. MPമാരുടെ യോഗത്തിലായിരുന്നു ഇത് സംബന്ധിച്ച ജോൺ ബ്രിട്ടാസ് MP ചോദിച്ച ചോദ്യത്തിനായിരുന്നു ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുടെ മറുപടി. ഇത് നിലവിൽ BJPയും BJPയുടെ നേതാക്കളും BJP സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാനത്ത് നടത്തുന്ന വലിയ വ്യാജ പ്രചരണങ്ങൾക്കും കൂടി തിരിച്ചടിയാവുകയാണ്. ഇപ്പോൾ ഈ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ജോൺ ബ്രിട്ടാസ് MPക്ക് നൽകിയ മറുപടി. ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിജിൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് സംസ്ഥാനത്തെ BJP നേതാക്കൾക്ക്, പ്രത്യേകിച്ചും V മുരളീധരനും സുരേന്ദ്രനും അടക്കമുള്ളവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കേരയിൽ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യം വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള മുന്നേറ്റം സംസ്ഥാന സർക്കാർ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെല്ലാം തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് ഈ BJP നേതാക്കളടക്കം പ്രതിപക്ഷത്തെ VD സതീശൻ അടക്കം കൈക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴും കേരയിൽ പദ്ധതി പരിഗണനയിൽ തന്നെയാണെന്നാണ് റെയിൽവേ ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് എന്താണെന്ന് ജോൺ ബ്രിട്ടാസ് MP ചോദിച്ച ചോദ്യം, അതിന് എന്തൊക്കെ മറുപടിയാണ് ഈ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ നൽകിയത്? സിജു, നിലവിൽ ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്ന ചോദ്യമാണ് ജോൺ ബ്രിട്ടാസ് MP ദക്ഷിണ റെയിൽവേക്ക്. ഇന്നാണ് അതിൻ്റെ MPമാരുടെ യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ജനറൽ മാനേജർ RN സിംഗ് വിളിച്ച യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ എഴുതി നൽകാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ജോൺ ബ്രിട്ടാസ് MP ചോദിച്ച ചോദ്യം നിലവിൽ സിൽവർ ലൈനിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നാണ്. അതിനാണ് ഇപ്പോൾ അത് അണ്ടർ സ്ക്രൂട്ടിനിയാണ്, ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന മറുപടി ലഭിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഇത് പൂർണ്ണമായും കേന്ദ്രം തള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കേരളം നൽകിയിരിക്കുന്ന DPR ഇപ്പോഴും പരിശോധിക്കുകയാണ്, അത് പരിഗണനയിൽ വെച്ചിരിക്കുകയാണ് എന്ന മറുപടി കൃത്യമായി റെയിൽവേ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ പദ്ധതി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നതുൾപ്പെടെയുള്ള നിലപാടുകൾ, അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഒക്കെയായി നേരത്തെ പലതവണ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ സംസ്ഥാനത്തെ കേന്ദ്രമന്ത്രി V മുരളീധരനും സംസ്ഥാനത്തെ BJP അധ്യക്ഷനും മറ്റ് BJP നേതാക്കളും എല്ലാം ആവർത്തിച്ച് ഈ പദ്ധതി കേന്ദ്രം നടപ്പിലാക്കില്ല, പൂർണ്ണമായും അത് തള്ളുന്ന സമീപനമായിരിക്കും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് റെയിൽവേ കേന്ദ്ര സർക്കാർ കൃത്യമായി കേരളത്തിൻ്റെ DPR ഇപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് പരിഗണനയിലാണ് എന്ന മറുപടി നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. എന്തായാലും നിലവിൽ സംസ്ഥാനത്തെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ വന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ, ഏറ്റവും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുൾപ്പെടെ വരുമാനം നൽകുന്ന സംസ്ഥാനമായി കേരളം മാറിയതിൻ്റെ കണക്കുകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് ആവശ്യപ്പെടുന്നത് തന്നെ ഇത്തരത്തിൽ റെയിൽവേ യാത്രക്കാർക്ക്, ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകിയത്. കേരളിന്റെ DPR പരിശോധിച്ചു വരികയാണെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നു. ജോൺ ബ്രിട്ടാസ് MPയുടെ ചോദ്യത്തിനായിരുന്നു ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുടെ മറുപടി.